My name is Pranavya. I'm second of BMS student at KMC, Katapara. And today we are going to take our lesson about health. There is a controversial talk on between health and health in modern as well as Ayurveda. Today I'm going to talking about what is the condition of health as on the basis of Ayurveda. സൃഷ്ടി നിർവികാരത്വേനവധിഷ്ഠൻ. നമ്മളെപ്പോഴും പറയും രോഗസ്ഥ ദോഷ വൈഷമ്യം ദോഷ സാമ്യം മനോഹര. നമുക്കുള്ള 3 തരത്തിലുള്ള ദോഷങ്ങൾ. ഈ ദോഷങ്ങളിൽ സമമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ സ്വസ്ഥൻ എന്ന് വിളിക്കുന്നത്. സ്വസ്ഥസ്യ സ്വാസ്ഥ്യ ലക്ഷണം ആതുരസ്യ വികാര പ്രശമനം ച. ഇതാണ് ആയുർവേദത്തിൻ്റെ ഒരു ലക്ഷ്യം തന്നെ. സമദോഷ സമ അഹിംസ സമധാതു മലക്രിയ പ്രസന്ന ആത്മ സ്വസ്ഥ നിത്യപ്രിയത്. അപ്പോൾ ദോഷം ധാതു മലം അങ്ങനെയുള്ള 3 കാര്യം. ദോഷം ധാതു മലം ദോഷം ധാതു മലം 1, 2, 3 അതിന് മുമ്പുള്ള തയ്യാറായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ കൊടുക്കുന്നത് നമ്പർ 1 സമദോഷം. അല്ലെങ്കിൽ ദോഷങ്ങളെല്ലാം സമാനിക്കണം. സമധാതു സപ്തധാതുക്കളുണ്ടല്ലോ, അതുപോലെ തന്നെ ത്രിമലങ്ങളുണ്ടല്ലോ, അതെല്ലാം ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ സ്വസ്ഥൻ്റെ അതായത് രോഗങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥ ആ ഹെൽത്തി ആയിട്ട് നിർത്തുക. അതിനു വേണ്ടി സഹായിക്കുന്ന ഒരു ആയുർവേദത്തിൽ തന്നെയുള്ള ഒരു ഭാഗമാണ് സ്വസ്ഥവൃത്തം എന്നുള്ളത്. അത് നമ്മൾ സ്വസ്ഥവൃത്തം പഠിക്കുമ്പോൾ അവിടെ കഴിക്കും. പക്ഷെ ഇപ്പം നമ്മൾ അറിയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എവിടെ പോവാ? എൻ്റെ മുമ്പിൽ കൂടെ ഇപ്പോൾ ഒരാളങ്ങോട്ട് പോയി, ശ്രദ്ധിച്ചായിരുന്നു? ഒരു കുതിര വണ്ടി പോകുന്ന കണ്ടില്ലേ? അപ്പോഴേ നമ്മൾ മാത്രാശ്രുതി എന്ന് പറയുന്നത് ഒരധ്യായമുണ്ട് ചരകത്തിൽ. അതിൻ്റെ ഏറ്റവും അവസാനം ഒരാൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ദിനചര്യ ഋതുചര്യ ഇതെല്ലാം പാലിച്ച് വന്നാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് നിലനിൽക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ ഇരുന്നാലും ആചാര്യൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കെന്താ ഒരു മഹത് വചനം പോലെ പറഞ്ഞു തരുന്നുണ്ട്. അതാണ് നഗരി നഗരസ്വേവ രഥസ്വേവ രതി യഥ സ്വശരീര സംവിധാവി ഉത്തേശോ അവഹിതോ ഭവയോ. അതായത് ഒരു മേയർ അയാൾ ഒരു സിറ്റിയുടെ മുഴുവൻ കൺട്രോൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അവിടെ എന്ത് പ്രശ്നങ്ങൾ നടന്നാലും പുള്ളിക്കാരനായിരിക്കും റെസ്പോൺസിബിൾ. അതുകൊണ്ട് തന്നെ ആ സിറ്റിയിൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതെ അവരെ ഒരു ഇക്വിലിബ്രിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക എന്നുള്ളത് ഒരു മേയറിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ യുദ്ധങ്ങളൊക്കെ നടക്കും. മഹാഭാരത യുദ്ധം, അങ്ങനെ കുറേ യുദ്ധങ്ങളുണ്ടായിരുന്നു. മഹാഭാരത, രാമായണം. അപ്പോൾ ഏറ്റവും നമുക്കറിയാവുന്ന നല്ലൊരു ചാരിയോട്ടറായിരുന്നു കൃഷ്ണൻ. കൃഷ്ണൻ ആരുടെ ചാരിയോട്ടറായിരുന്നു? അർജുനൻ്റെ. അപ്പോൾ അർജുനന് വേദോപദേശങ്ങൾ നൽകുന്ന ആരായിരുന്നു? കൃഷ്ണനായിരുന്നു. കാരണം പുള്ളിക്ക് നല്ല അറിവുണ്ട് എങ്ങനെ യുദ്ധം നിയന്ത്രിക്കണമെന്ന് പുള്ളിക്ക് അറിയാം. അതുപോലെ നമ്മളാണ് നമ്മുടെ ശരീരത്തിൻ്റെ തേരാളി. അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചും ഒരു കൺട്രോൾ അറിയണം. കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അതിനെ ഒരു പ്രശ്നമില്ലാതെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതിനെയാണ് നഗരി നഗരസ്വേവ രഥസ്വേവ രഥീയത സ്വശരീരസ്വേവ അവധികോ പറയുന്നത്. A charioteer who have the right to take responsibility to take the karma that is happening inside of the body, and he should have the responsibility towards the city and towards the body itself. That means towards the charioteer and to the body also. ഓക്കെ, നമ്മൾ ഇത്രയും നേരം ആയുർവേദത്തിൽ എന്താണ് ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ആയുർവേദത്തിൽ എന്താണ് ആരോഗ്യത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു. ഇനി നമുക്ക് മോഡേണിലേക്ക് കടന്നുവല്ലോ. നമ്മൾ ചെറുതാക്കപ്പെടുന്ന ഒരു ഫീൽഡാണല്ലോ മോഡേൺ. സോ വി ഹാവ് ടു compete with the modern doctors. So that's why we should have to study the modern definitions that was given by World Health Organization. The definition of health is it is a complete physical, mental, social well-being of an individual and merely the absence of
disease or infirmity. What do you mean by infirmity? That is disability, which means അതൊന്നും അതായത് സാമൂഹികവും മാനസികവും ശാരീരികവുമായ സുഖത്തെ അല്ലെങ്കിൽ അനാരോഗ്യാവസ്ഥ, സുഖമായിരിക്കുന്ന ഒരു അവസ്ഥ, അതായിരിക്കണം നമ്മൾ ഹെൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഡിസബിലിറ്റി പോലും ഉണ്ടാകാൻ പാടില്ല. Let's talk about the dimensions of health. There are three type of dimensions. Physical dimension, it is primary. Secondary is mental dimension, and third is social dimension. Then some other dimensions are also present. They may be emotional, spiritual, vocational, and others also. Then first we have to talk about physical dimension. ഇതെന്ന് പറയുന്നത് it is a complete functioning of all the body parts, which means നമ്മുടെ ശരീരത്തിലെ each and every cells, tissues, organs and system എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ഡയമെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എങ്ങനെ നമ്മുടെ പ്രോപ്പറായിട്ടാണോ നമ്മുടെ ഫിസിക്കൽ സെൽസും ഓർഗൻസും എല്ലാം നടക്കുന്നത്, ഫങ്ഷൻ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ അറിയാം? അതിനെ നമുക്ക് അസസ് ചെയ്യാം. ഒരാളുടെ ഡ്രസ്സിങ്, ഒരാളുടെ ഹെയറിൻ്റെ ലസ്റ്റർ, ഒരാളുടെ ക്ലാരിറ്റി ഓഫ് സ്കിൻ, അയാളുടെ പേഴ്സണാലിറ്റി, അതുപോലെ അയാളുടെ ബിഹേവിയർ, ഹൗ ദ വാക്കിംഗ് സ്റ്റൈൽ ആൻഡ് ഡ്രസ്സിങ് സ്റ്റൈൽ, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇതെല്ലാം അതുപോലെ തന്നെ അയാളുടെ ഗുഡ് സ്ലീപ്പ്, അയാളുടെ ഹാബിറ്റ്, അതൊക്കെ നമുക്ക് വെച്ചിട്ട് ഫിസിക്കൽ ഡയമെൻഷൻ അളക്കാൻ പറ്റും. ഈ മെൻ്റൽ ഡയമെൻഷൻ ഇതുപോലെ തന്നെയാണ്. മെൻ്റൽ ഫങ്ഷൻസ് എല്ലാം പ്രോപ്പറായിരിക്കണം. നമുക്കിപ്പോൾ ഉറക്കമില്ലെങ്കിൽ നമുക്ക് തലചുറ്റലുണ്ടാവും. ചിലപ്പോൾ വലിയ അസുഖങ്ങളിലേക്ക് വരെ കൊണ്ടെത്തിക്കാം. അപ്പോൾ ചിലപ്പോൾ വഴക്ക് വരെ ഉണ്ടാകാം ഉറക്കമില്ലാത്തതിൻ്റെ പേരിൽ. അതുപോലെ വെറുതെ എന്തിനാണ് മെൻ്റലി നമ്മുടെ ഡിപ്രസ്ഡ് ആയിരിക്കുന്നത്? അപ്പോൾ നമ്മുടെ മെൻ്റൽ ഫങ്ഷൻ നന്നായിട്ട് കൊണ്ടുവരിക. അതിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. എന്ന് വെച്ചാൽ ജീവിതത്തിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ ഉണ്ടാകണം എന്നല്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാൻ ശ്രമിക്കുക. മെൻ്റലി നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക. ദെൻ സോഷ്യൽ ഡയമെൻഷനിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസിനെയാണ്. അതായത് ഞാൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയിൽ തമ്മിൽ എങ്ങനെയാണ് സോഷ്യലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതുപോലെ ഞാൻ സ്വയം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഞാൻ എൻ്റെ സൊസൈറ്റിയിലുള്ള മറ്റൊരാളുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അതുപോലെ ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിയുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ ഇറ്റ് ഈസ് എ ഇൻറ്റഗ്രിറ്റി ആൻഡ് അസോസിയേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വ്യക്തി അയാളുടെ ചുറ്റുമുള്ള മനുഷ്യരോടും അയാളുടെ സമൂഹത്തിലുള്ള വ്യക്തികളോടും അതുപോലെ തന്നെ ലോകത്തിലോടുമുള്ള ഇൻറ്ററാക്ഷൻ ഓർ ഇൻറ്റഗ്രിറ്റി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സോഷ്യൽ ഹെൽത്ത് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ ഡയമെൻഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പിരിച്വൽ ഉണ്ട്, നേരത്തെ പറഞ്ഞ വൊക്കേഷണൽ ഉണ്ട്, പിന്നെ എമോഷണൽ ഉണ്ട്. നമുക്ക് ഇമോഷണൽ സ്ട്രെസ്സസ് ഒക്കെ വരും. അതിനൊക്കെ അതിജീവിക്കുക. നമ്മളെപ്പോഴും നമ്മുടെ വേ ഓഫ് ഹെൽത്തിനെ നമ്മൾ മെയിനായിട്ട് നിർത്തുക. ഇവിടെ പറയുമ്പോഴാണ് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ള വ്യാധിക്ഷമത്വത്തെക്കുറിച്ചും നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടി വരും. അതായത് വ്യാധിക്ഷമത്വം എന്ന് പറഞ്ഞാൽ വ്യാധിഫല വിരോധിത്വം, വ്യാധി ഉത്പാദക പ്രതിബദ്ധതത്വം വിധി. നമ്മൾ എത്ര ഹെൽത്തി ആവാൻ ശ്രമിച്ചാലും ചിലപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഡിസീസസ് ഒക്കെ വരും. അതിന് കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇമ്മ്യൂണിറ്റി ആദ്യം മെയിൻറ്റെയിൻ ചെയ്യുക. അതുവഴി ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് നയിക്കാൻ ശ്രമിക്കുക. അത് ഫിസിക്കലി ആയിരിക്കണം, മെൻ്റലി ആയിരിക്കണം, സോഷ്യലി ആയിരിക്കണം, and complete nearly absence of the disease and also the infirmity. Thank you.